ഡെയിലി ട്രേഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലാണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് തികച്ചും ഒരു ഗാംബ്ലിങ് മാത്രമാണ്. സോ എങ്ങനെ ഒരു പ്രോപ്പർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരു 4-3 പോയിന്റ് ഉണ്ടാവും. ഇത് ഫോളോ ചെയ്താണ് നമ്മളൊരു പ്രോപ്പർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടാവണം. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഔട്ട് ആവാം, റിവേഴ്സൽസ് ആവാം, അതുപോലെ റിജക്ഷൻസ് ആവാം, ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് ഫിക്സ്ഡ് ആണോ, ഒരു ടൈം ഫ്രെയിം മാത്രമാണോ യൂസ് ചെയ്യുന്നത്, അതോ 2 ടൈം ഫ്രെയിം യൂസ് ചെയ്തിട്ടാണോ ട്രേഡ് ചെയ്യുന്നത്, അതിനൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ റിസ്ക് എത്രയാണ് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ ട്രേഡിൽ. അത് ഓരോ ട്രേഡ് കഴിഞ്ഞ് നിങ്ങൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിൽ അനുസരിച്ചാണോ അടുത്ത ട്രേഡിന് വേണ്ടിയിട്ട് റിസ്ക് ചെയ്യാൻ പോകുന്നത്, അതോ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണോ നിങ്ങൾ റിസ്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനുള്ളൊരു പ്ലാൻ ഉണ്ടാവണം. പിന്നീട് വേണ്ടതാണ് എക്സിക്യൂഷൻ റൂൾ. നിങ്ങൾ ഈ റിവേഴ്സൽ, റിജക്ഷന്, ഈ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത്, ഈ ബ്രേക്ക് ഔട്ടൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് എൻട്രി മെത്തേഡാണോ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എവിടാണ് എക്സിറ്റ് ആവാൻ പോകുന്നതെന്നും എവിടാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുന്നതെന്നും ഉള്ളതിനൊരു നിശ്ചിത ഇതുണ്ടാവണം. ഈ ഒരു 3-4-5 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളത് തന്നെ ആയിരിക്കണം റിപ്പീറ്റഡ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ ഒരു പ്രോപ്പർ പ്ലാൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ എന്നും മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.